എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് പോർക്ക് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ അറിയാവുന്നതായിരിക്കും. പിന്നെ ഓരോരുത്തരുടെ വീട്ടിലും ഓരോ രീതിയിലാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നോക്കിയാലോ, ഏകദേശം 1/2 കിലോയോളം പോർക്ക് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ബോൺ പീസും ഉണ്ട്. ഇതെല്ലാം കൂടെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെക്കണം. എന്നിട്ട് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. തവി വെച്ച് മിക്സ് ചെയ്യുന്നതിനേക്കാളും എളുപ്പം നമ്മൾ കൈ വെച്ച് മിക്സ് ചെയ്യുവാണെങ്കിൽ ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലായിടത്തും നന്നായിട്ട് എത്താൻ എന്തുകൊണ്ടും നല്ലതാണ്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ചെറിയ സിമ്മിലിട്ടിട്ട് ഒരു അരമണിക്കൂറോളം ഇത് വേവിച്ചെടുക്കണം. കുക്കറിലാണെങ്കിൽ ഒറ്റ വിസിലടിച്ചാൽ മതി. കാരണം ഇതിന് കുറച്ച് വേവ് പെട്ടെന്ന് തന്നെ വെന്ത് പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ വെക്കാതെ നോർമൽ പാത്രത്തിൽ തന്നെ വേവിച്ചെടുക്കുന്നത്. ഇനിയൊരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ എടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. ഓയിലൊന്ന് നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്കിന് നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഒരു ചെറിയ ബ്രൗൺ ആകുമ്പോഴത്തേക്കിന് ഇതിനകത്തേക്ക് ഒരു ചെറിയ സവാള നീളത്തിലരിഞ്ഞതും കുറച്ച് കുഞ്ഞുള്ളി കൂടെ എടുത്തിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്കിന്, അതായത് ബ്രൗൺ കളറായി കഴിയുമ്പോഴത്തേക്കിന് ഇതിനകത്തേക്ക് പൊടികളെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി കഴിയുമ്പോഴത്തേക്കിന് ഇതിനകത്തേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബീഫ് മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ബീഫ് മസാല ഇടുമ്പം വേറൊരു ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് 1 ടേബിൾ സ്പൂൺ ബീഫ് മസാലയും കൂടെ ഇട്ട് കൊടുത്തത്. ഇനി ഇത് നന്നായിട്ടങ്ങ് ഇളക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പോർക്കുണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കണം. അതായത് നമ്മൾ ഈ ഉണ്ടാക്കിയ മസാല ഈ ഒരു പോർക്കയിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നന്നായിട്ട് ഇളക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കരിയാപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിനിടയ്ക്ക് ഞാൻ പാത്രം ഒന്ന് മാറിയിട്ടോ, കാരണം മറ്റേ പാത്രത്തിൽ എല്ലാം കൂടി ഇട്ട് ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് കുറച്ചും കൂടെ വലിയൊരു പാത്രം എടുത്തു. ഇതാകുമ്പോൾ ഇളക്കാൻ എളുപ്പമാണ്. ഒരു 1/4 ഭാഗം ഈ പോർക്ക് മൂത്ത് കഴിയുമ്പോഴത്തേക്കിന് ഇതിനകത്തേക്ക് കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതും കുറച്ച് കുരുമുളക് പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുമ്പോഴത്തേക്കിന് നമ്മുടെ ഈ പോർക്ക് ഫ്രൈ റെഡി ആയിട്ട് കിട്ടും. പോർക്കിൽ തന്നെ പല വെറൈറ്റീസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിലും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത് ഈ ഫ്രൈ തന്നെ. ഇതിലിട്ടേക്കുന്ന ആ തേങ്ങാക്കൊത്ത് കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. അതേപോലെ നിങ്ങളുടെ വീട്ടിൽ പോർക്ക് മേടിക്കുമ്പോഴത്തേക്കിന് ഇങ്ങനെയൊന്ന് ഫ്രൈ ചെയ്ത് നോക്കാം. എന്താണേലും ഇഷ്ടപ്പെടും. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റും ചെയ്യുക.